guys, it's me Jan Casper. So നിങ്ങൾ 8th നിന്ന് 9th ലേക്ക് വരുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ദിസ് ഈസ് എവറിത്തിങ് യു ഷുഡ് നോ ഇൻ 9th ഗ്രേഡ്. സോ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്റെ 9th എക്സ്പീരിയൻസും അതുപോലെ തന്നെ 9th എങ്ങനെയാണ്, എക്സാംസ് ഒക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ ഇനി എങ്ങനെയായിരിക്കും, എന്തൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ സബ്ജക്ട് ടഫാണ്, എന്തൊക്കെയായിരുന്നു ഞാൻ ചെയ്ത മിസ്റ്റേക്സ്, അതുപോലെ തന്നെ കുറച്ച് ടിപ്സ് ഒക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. 9th 10th ബേസ് ആണോ, ബേസ് കിട്ടിയാലാണോ 10th പഠിക്കാൻ പറ്റുള്ളൂ, 10th ചെന്ന് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ഉണ്ടാവും. യെസ്, ഇറ്റ്സ് ട്രൂ. 9th 10th ബേസ് ആണ്. കാരണം നിങ്ങൾ 9th നിങ്ങളുടെ കോൺസെപ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം, നിങ്ങൾ എത്ര നേരമാണോ പഠിക്കുന്നത് അതൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് 10th ചെല്ലുമ്പോൾ. 9th നല്ലോണം പഠിച്ച് നിങ്ങളുടെ എന്താ പറയാ മാത്സിലും അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലൊക്കെ നിങ്ങൾക്ക് നല്ലോണം കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ നിങ്ങൾ 10th ചെല്ലുമ്പോൾ പല ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ 9th ഫസ്റ്റ് ടൈം എക്സാമിന് നിങ്ങൾ അത്ര കാര്യമായിട്ട് പഠിച്ചിട്ടില്ല, എക്സാമിന്റെ തലേന്നൊക്കെ ഇരുന്നാ പഠിച്ചതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ലതാണെന്ന് ഞാൻ പറയില്ല, അതൊരു ചീത്ത തീരുമാനമാണ്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ ഒരുപാട് പഠിക്കാനില്ല. പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിച്ചാലും നിങ്ങൾ പഠിച്ചു തീരും. പക്ഷേ സെക്കൻഡ് ടൈം എക്സാമിൽ നിങ്ങൾ പഠിച്ചു തീരില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. സോ നിങ്ങൾക്ക് പഠിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിലെയും സെക്കൻഡ് ടൈമിലെയും ഒക്കെ കൂടി പഠിക്കാനുണ്ടാവും. സോ ഫുള്ള് ടെൻഷൻ ആവും, ഫുള്ള് അലങ്കോലാവും. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, 9th സ്റ്റാൻഡേർഡ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. ഒരു ദിവസം ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച മൊത്തം പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഒരു സബ്ജക്റ്റ് എങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുക. കാരണം അത് നിങ്ങൾക്ക് സെക്കൻഡ് ടൈം എക്സാം ആവുമ്പോഴാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഫസ്റ്റ് ടൈം എക്സാം അത്ര നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് പോകും. പക്ഷെ സെക്കൻഡ് ടൈം എക്സാം ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല ടഫ് ആവും. കാരണം ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ എടുത്ത ആ ഒരു എന്താ പറയാ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ എടുത്ത ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം, ഫസ്റ്റ് തന്നെ ഫുൾ മാർക്ക് മേടിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും നിങ്ങൾക്ക് സെക്കൻഡ് ടൈമിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല പക്കയായിട്ട് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ സെക്കൻഡ് ടൈമിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് ടൈമിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മാത്രം പഠിച്ചാൽ മതി. കാരണം ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും അതിൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ 9th വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനിയുള്ളത് എക്സാം ആണ്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. ഇപ്പൊ പോലും ചില എക്സാമിന് ടൈം കിട്ടാതെ ആയിട്ടുണ്ട്. ലൈക്ക് ഈ നടന്ന മാത്സ് എക്സാമിന് പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. സോ എന്റെ ഫ്രണ്ട്സിനും ചിലവർക്ക് സമയം കിട്ടിയിട്ടില്ല എഴുതി തീർക്കാനായിട്ട്. സോ ടൈം മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ആ ഒരു ടൈം മാനേജ്മെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇത്ര സമയം കൊണ്ട്, അതുപോലെ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ടെൻഷനും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എക്സാമിന് എഴുതാനും പറ്റും. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര മാർക്കിന് എന്തോരം എഴുതണം എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ 9th വരുന്നതിന് മുമ്പ് ഇതിനെ പറ്റി നല്ലോണം അറിഞ്ഞിരിക്കണം. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനും ഇത് അറിയായിരിക്കും. കാരണം ഇപ്പൊ എല്ലാവരും യൂട്യൂബ് ക്ലാസ്സസ്, അതുപോലെ എഡ്യൂക്കേഷണൽ യൂട്യൂബേഴ്സിന്റെ ക്ലാസ്സസ്, സൈലം, എജുപോർട്ട് അങ്ങനെ പറയുന്ന കുറെ ക്ലാസ്സസ് ഉണ്ടല്ലോ. ഇവരൊക്കെ അവരവരുടെ ക്ലാസ്സസിൽ പറയുന്ന ഒരു കാര്യമാണ് ഇത്ര പേജ് എഴുതണം ഇത്ര മാർക്കിനെന്നുള്ളത്. പക്ഷെ ഇതിനെപ്പറ്റി അറിയാത്ത പിള്ളേര് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇതൊക്കെ നമുക്കറിയാലോ എന്നുള്ള രീതിക്കൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ 9th വരുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഇത് തന്നെ വിട്ടുപോയൊരു കാര്യമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി മുതൽ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിന് നിങ്ങളുടെ പാസ് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവും. കാരണം നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങൾക്ക് ഇതില്ല, സി മാർക്ക് ഇല്ല. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോ 80 മാർക്കിൽ 24 മാർക്ക് നിങ്ങൾ പരീക്ഷ എഴുതി തന്നെ മേടിക്കണം. അതിനുശേഷമാണ് പിന്നെ നിങ്ങൾക്ക് സി മാർക്ക് കൂട്ടുള്ളൂ. ഇപ്പൊ ഈ വർഷം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 to 2026 വരെയുള്ള 9th സ്റ്റുഡൻസിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോ മാർക്ക് ഇല്ലെങ്കിലും സി മാർക്ക് കൂട്ടിയിട്ടാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. പക്ഷെ ഇനി വരുന്ന സ്റ്റുഡൻസിന് അങ്ങനെ ഉണ്ടാവില്ല. ലൈക്ക് നിങ്ങൾക്ക് ഇനി റിട്ടേൺ എക്സാമിന് ലൈക്ക് നിങ്ങളുടെ എഴുത്തു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 24 മാർക്ക്, 80ൽ 24 മാർക്ക് നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടണം. 40ൽ 12 മാർക്ക്
യെസ് 12 മാർക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടണം, അല്ലാതെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. സോ കമ്മിങ് ടു ദ ഫൈനൽ ടിപ്സ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ 9th തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇങ്ങനെ പഠിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വച്ചുകൊണ്ടിരിക്കരുത്. 9th തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നല്ലോണം പഠിച്ചു തുടങ്ങുക. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, എത്ര മാർക്കിന് എന്തോരം എഴുതണം എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ഓൾറെഡി അത് യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഒരു സ്റ്റഡി മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. ലൈക്ക് നിങ്ങളിപ്പോ സ്കൂളിലും ട്യൂഷനും പോകുന്ന ആൾക്കാരാണെങ്കിൽ സ്കൂളിലെയും ട്യൂഷനിലെയും ഒക്കെ കൂടി അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്ത് എല്ലാം കൂടി അങ്ങോട്ട് കുഴച്ച് മറിക്കരുത്. നിങ്ങളിപ്പോ ട്യൂഷൻ ആണ് പഠിക്കുക, ട്യൂഷനിലാണ് കൂടുതലും നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഈസി ആണെങ്കിൽ നിങ്ങൾ ട്യൂഷനിൽ എന്താണോ പഠിക്കുന്നത് അത് തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് പോവുക. ഇനി നിങ്ങൾക്ക് സ്കൂളിലാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ സ്കൂളിലെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. അല്ലാതെ കാരണം നിങ്ങൾക്ക് ട്യൂഷനിൽ എടുക്കുന്നതും സ്കൂളിൽ എടുക്കുന്നതും ചിലപ്പോൾ മെത്തേഡുകൾ ഡിഫറൻസ് ഉണ്ടാവും. രണ്ടും ഫോളോ അപ്പ് ചെയ്ത് പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവാതെ ആവരുത്. സോ ഇപ്പൊ നിങ്ങളൊരു ബാച്ചിൽ എന്തെങ്കിലും ഓൺലൈനായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാച്ചിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് ഫോളോ അപ്പ് ചെയ്ത് പോവുക. സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഒരു റിവിഷൻ ക്ലാസ് പോലെ നിങ്ങൾ എടുക്കാം. രണ്ടും കൂടി പഠിച്ച ആകെ കൊളാക്കരുത്. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ പഠിക്കാനുള്ള ടൈമാണ്. ലൈക്ക് നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇനി വലിയ ലൈക്ക് നിങ്ങൾ 9th ആണെങ്കിലും ഇനി 10th വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കണം. കാരണം ചിലവരൊക്കെ 15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ പോലും തികച്ചിരിക്കാൻ പറ്റില്ല. കാരണം അതിന് ഉള്ളിൽ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ ഫോക്കസ് പോവും, ഈ പരിപാടികളൊക്കെ വരും. സോ ഇപ്പൊ മുതലേ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം തന്നെ നിങ്ങൾക്ക് 5 മണിക്കൂർ 6 മണിക്കൂർ ഒന്നും ഇരിക്കാൻ പറ്റില്ല, 3 മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റില്ല. 1 മണിക്കൂർ, ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് ഓരോ ദിവസം കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റും. സോ അതുപോലെ പഠിക്കാൻ പറ്റിയ ടെക്നിക്കുകൾ ഉണ്ട്. അതുപോലെ ഇപ്പൊ ഭയങ്കര ഫേമസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഞാനൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പോമഡോറോ ടെക്നിക്ക്. ഞാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന്. ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇതൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലോണം നിങ്ങളുടെ എല്ലാ എക്സാംസിനും അതുപോലെ തന്നെ 9th നിങ്ങൾക്ക് നല്ലോണം പെർഫോം ചെയ്യാനും നല്ല മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. സോ ഹോപ്പ് യു ഗൈസ് യു എൻജോയ് ദിസ് വീഡിയോ. സോ ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷണൽ, ട്രാവൽ ടൈപ്പ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ബൈ.